ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSCയുടെ ഡെമോൺസ്ട്രേറ്റർ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് നമുക്ക് സെപ്റ്റംബർ 22 തീയതിയാണ്. ഇപ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരെല്ലാം തന്നെ അപ്ലൈ ചെയ്തിടുക. നിങ്ങളുടെ വേക്കൻസി നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വേക്കൻസി ഇൻക്രിമെൻ്റ് ഉണ്ടാവും. 2012 ഇതിൻ്റെ ലേറ്റസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അതിനുശേഷം എക്സാം ഇപ്പോഴാണ് നടത്തുന്നത്. സോ നമുക്ക് വേക്കൻസി ഇൻക്രിമെൻറ്റ് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മുടെ ക്ലാസ്സസ് വന്നിട്ട് ടെലഗ്രാമിലാണ് വരുന്നത്. ഓൺലൈൻ കോച്ചിങ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ സിലബസിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം, കാണാത്തവരത് കണ്ടു നോക്കാം. അപ്പോൾ നമ്മളിപ്പം ട്രാൻസ്ഡ്യൂസർ ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ അത്രയും പോർഷൻസ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എക്സാം 60 ക്വസ്റ്റ്യൻസ് നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസും ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സാംസ് നമ്മൾ നടത്തുന്നുണ്ട്. ഇനി അടുത്ത് നമ്മൾ ടെലമെട്രി സിസ്റ്റമാണ്. അത് നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വാട്ട് ഈസ് ടെലമെട്രി ഞാൻ യൂട്യൂബിൽ പബ്ലിക്കായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, അതും കാണാത്തവർ കാണുക. അത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം പഠിക്കാനുണ്ട്. എന്താണ് ടെലമെട്രി സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് ഞാൻ അതിൻ്റെ ടൈപ്സിലോട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വോൾട്ടേജ് ടെലിമെട്രി സിസ്റ്റം. വോൾട്ടേജ് ടെലിമെട്രി സിസ്റ്റത്തിനെ കുറിച്ചാണ്. ടൈപ്സ് ഓഫ് ടെലിമെട്രിയിൽ വോൾട്ടേജ് ടെലിമെട്രി സിസ്റ്റത്തിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ടെലിമെട്രി സിസ്റ്റം കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണുന്നതായിരിക്കും വളരെ യൂസ്ഫുൾ ആവുന്നത്. ടെലിമെട്രി എന്താണെന്ന് ഒരു ഐഡിയ നിങ്ങൾക്ക് വേണം. വളരെ ഡീറ്റെയിൽ ആയി ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് കാണാത്തവരെ ലിങ്ക് കണ്ടിട്ട് വന്നിട്ട് മാത്രം തന്നെ ഇത് പഠിക്കുക, വോൾട്ടേജ് ടെലിമെട്രി നോക്കുക. അപ്പോൾ നമുക്ക് നോക്കാം വോൾട്ടേജ് ടെലിമെട്രി സിസ്റ്റം. ഇപ്പോൾ എന്താണ് ഒരു ടെലിമെട്രി എന്ന് വെച്ചാൽ, ഇതൊരു ഓട്ടോമാറ്റിക് റെക്കോർഡിംഗ് സിസ്റ്റമാണ് അല്ലേ. ടെലമെട്രി എന്ന് വെച്ചാൽ ഒരു ഓട്ടോമാറ്റിക് റെക്കോർഡിംഗ് സിസ്റ്റമാണ്. അത് മെയിൻലി യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? മെഷറിംഗ് ദ വേരിയബിൾസ് അല്ലേ, ഇൻ അക്സസിബിൾ ലൊക്കേഷനുള്ള വേരിയബിൾസ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ അതെന്ത് ചെയ്യുക? പ്രോസസ്സ് ചെയ്യുക, ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യാം, അത് നമ്മുടെ ഫ്യൂച്ചർ യൂസിന് വേണ്ടി സ്റ്റോർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇൻഅക്സസിബിൾ ലൊക്കേഷനിലുള്ള വേരിയബിൾസ് നമുക്ക് മെഷർ ചെയ്യാൻ, അല്ലെങ്കിൽ എന്താണ് ഒരു ഓട്ടോമാറ്റിക് റെക്കോർഡിംഗ് സിസ്റ്റമാണ് അല്ലേ. മെഷർ ചെയ്യാനാണ് ഇൻഅക്സസിബിൾ ലൊക്കേഷനിലുള്ള വേരിയബിൾസ് മെഷർ ചെയ്യാനും അത് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് ഫ്യൂച്ചർ യൂസിന് വേണ്ടി യൂസ് ചെയ്യാനുമാണ് നമ്മൾ ഈ ടെലമെട്രി യൂസ് ചെയ്യുന്നത്. ഒരു ഇൻഫർമേഷൻ്റെ ഒരു മെഷറാണ് അത്. ട്രാൻസ്ഡ്യൂസേഴ്സ് യൂസ് ചെയ്താണ് ഈ ഫിസിക്കൽ പാരാമീറ്റേഴ്സ് എല്ലാം മെഷർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് ടെലമെട്രിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഡിഫറെൻറ്റ് വരുന്ന ഇലക്ട്രിക്കൽ ടെലമെട്രി സിസ്റ്റത്തിൽ വരുന്ന ഒരു ടൈപ്പാണ് വോൾട്ടേജ് ടെലമെട്രി സിസ്റ്റം. അതുപോലെ നമുക്ക് കറണ്ട് ഉണ്ട്. കറണ്ടിൽ തന്നെ 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതൊക്കെ നമ്മൾ ഇനി കമ്മിങ് ക്ലാസ്സിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് വോൾട്ടേജ് ടെലിമെട്രി സിസ്റ്റം. ഈ വോൾട്ടേജ് ടെലിമെട്രി സിസ്റ്റം ട്രാൻസ്മിറ്റ് ദ മെഷേർഡ് വേരിയബിൾ ആസ് എ ഫങ്ഷൻ ഓഫ് AC ഓർ DC വോൾട്ടേജ്. നമ്മുടെ വോൾട്ടേജ് ടെലിമെട്രി സിസ്റ്റം എന്താ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? മെഷേർഡ് വേരിയബിൾ. നമ്മുടെ മെഷേർഡ് എന്ന് പറയുന്നത് എന്താണ്? ദ ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ് എന്ന് പറയുന്നത് ഈസ് കൺവേർട്ടഡ് ടു ഐദർ AC ഓർ DC വോൾട്ടേജ് സിഗ്നലാണ്. മനസ്സിലായല്ലോ? ഏതാണ് പറയുന്നത്? ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ് ഈസ് ഐദർ കൺവേർട്ടഡ് ടു AC ഓർ DC വോൾട്ടേജ് സിഗ്നലാണ്. ഇവിടെ നമ്മൾ ഈ സിസ്റ്റത്തിൽ നമ്മളൊരു സ്ലൈഡ് വയർ പൊട്ടൻഷ്യോമീറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു സെൽഫ് ബാലൻസിങ് പൊട്ടൻഷ്യോമീറ്ററാണ് നമ്മളിവിടെ റിസീവേഴ്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മെയിൻലി നമ്മുടെ ഒരു ഫിഗർ നോക്കാം. ഇതാണ് നമ്മുടെ ഡയഗ്രാം നോക്കാം, വോൾട്ടേജ് ടെലിമെട്രി സിസ്റ്റം. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കുകയാണെങ്കിൽ മെയിൻലി കൺസിസ്റ്റ് ഓഫ് 3 പാർട്സ് ഉണ്ട്. ഒരു ട്രാൻസ്മിറ്റിംഗ് ടെർമിനലുണ്ട്, ടെലിമെട്രിക് ചാനലുണ്ട്, റിസീവിംഗ് ടെർമിനലുണ്ട്. 3 പാർട്സ് ഉണ്ട്. ഈ ട്രാൻസ്മിറ്റിംഗ് ടെർമിനലിൻ്റെ അകത്ത് എന്തുണ്ട്? ഒരു സ്ലൈഡ് വയർ പൊട്ടൻഷ്യോമീറ്റർ കണ്ടല്ലോ. ഒരു സ്ലൈഡ് വയർ പൊട്ടൻഷ്യോമീറ്റർ ഉണ്ട്. അത് നമ്മുടെ ബാറ്ററിക്ക് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ട്രാൻസ്മിറ്റിംഗ് ടെർമിനൽ കൺസിസ്റ്റ് ഓഫ് എ സ്ലൈഡ് വയർ പൊട്ടൻഷ്യോമീറ്റർ കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് എ ബാറ്ററിക്ക് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സ്ലൈഡിംഗ് കോണ്ടാക്റ്റ് ഉണ്ട് അല്ലേ, കണ്ടോ, ഒരു സ്ലൈഡിംഗ് കോണ്ടാക്റ്റ്. ദ സ്ലൈഡിംഗ് കോണ്ടാക്റ്റ് ഈസ് കണക്റ്റഡ് ടു ദ ബേർഡൻ ട്യൂബ് യൂസ്ഡ് ഫോർ പ്രഷർ മെഷർ. ഒരു സ്ലൈഡിംഗ് കോണ്ടാക്റ്റ് നമ്മൾ എവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്? ഈസ് കണക്റ്റഡ് ടു ദ ബേർഡൻ ട്യൂബ്, മെയിൻലി യൂസ് ടു പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയാണ്, പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. ഇനി നമ്മുടെ റിസീവിംഗ് ടെർമിനൽ നോക്കൂ. റിസീവിംഗ് ടെർമിനലാണെങ്കിൽ ഒരു നൺ ബാലൻസ്ഡ് DC പൊട്ടൻഷ്യോമീറ്റർ സ്കെയിൽ ഉണ്ട് അല്ലേ. DC പൊട്ടൻഷ്യോമീറ്റർ അല്ലെങ്കിൽ റെക്കോർഡർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് റിസീവിംഗ് ടെർമിനൽ. ഇപ്പോൾ റിസീവിംഗ് ടെർമിനൽ ഒരു എന്തുണ്ട്? പൊട്ടൻഷ്യോമീറ്റർ സ്കെയിൽ കാലിബ്രേറ്റഡ് ഇൻ kN/m². ഒരു പൊട്ടൻഷ്യോമീറ്റർ DC പൊട്ടൻഷ്യോമീറ്റർ അല്ലെങ്കിൽ റെക്കോർഡർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ട്രാൻസ്മിറ്റിംഗ് ടെർമിനലും റിസീവിംഗ് ടെർമിനലിനും ഇടയിൽ എന്തുണ്ട്? ഒരു പെയർ ഓഫ് വയേഴ്സ്, അതിന് നമ്മൾ എന്തായി പറയും? ടെലിമെട്രിക് ചാനൽ എന്ന് പറയും. ഈ പെയർ ഓഫ് വയേഴ്സ് in between transmitting terminal and receiving terminal there is a pair of wires which form a telemetry channel. ഒരു ടെലമെട്രി ചാനൽ ഫോം ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ എന്തൊക്കെയാണ് കൺസ്ട്രക്ഷൻ? 3 പാർട്സ് ഉണ്ട്. ട്രാൻസ്മിറ്റിംഗ് ടെർമിനൽ, ടെലിമെട്രിക് ടെർമിനൽ, റിസീവിംഗ് ടെർമിനൽ.
It consists of a slide wire potentiometer in series with a battery at the transmitting terminal. പിന്നെ എന്താണ് ഒരു സ്ലൈഡിംഗ് കോണ്ടാക്റ്റ് ഉണ്ട് ഈസ് കണക്റ്റഡ് ടു ദ ബർഡൻ ട്യൂബ് യൂസ്ഡ് ഫോർ എന്തിനായിരിക്കും യൂസ്ഡ് ഫോർ പ്രഷർ മെഷർമെൻറ്റ്. ഓക്കെ, അതുപോലെ അത് റിസീവിംഗ് ടെർമിനൽ ഒരു നൾ ബാലൻസ്ഡ് DC പൊട്ടൻഷ്യോമീറ്റർ അല്ലെങ്കിൽ ഒരു റെക്കോർഡർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ട്രാൻസ്മിറ്റിംഗ് ടെർമിനലിലും റിസീവിംഗ് ടെർമിനലിലും ഇടയ്ക്ക് ഒരു പെയർ ഓഫ് വയേഴ്സ് ഒരു ടെലമെട്രിക് ചാനലും ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ. ഇതാണ് എൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. നമുക്ക് ഇതിൻ്റെ വർക്കിങ്ങിലോട്ട് പോകാം. അപ്പോൾ കൺസ്ട്രക്ഷൻ നല്ല ക്ലിയർ ആയാലും നമുക്ക് വർക്കിംഗ് പറയുമ്പോൾ മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, വോൾട്ടേജ് ടെലിമെട്രി സിസ്റ്റം ചെയ്യുന്നത് വിത്ത് ചേഞ്ച് ഓഫ് അപ്ലൈഡ് പ്രഷർ ഇൻ ദ സിസ്റ്റം the burden tube it actuates the slider of potentiometer. ഓക്കെ, ഇവിടെ എന്തുണ്ടാവണം, നമ്മുടെ ബേർഡൻ ചേഞ്ച് ഓഫ് പ്രഷർ ഇൻ ദ സിസ്റ്റം ആണ്. ഓക്കെ, ചേഞ്ച് ഓഫ് അപ്ലൈഡ് പ്രഷർ ഇൻ ദ സിസ്റ്റത്തിൽ നമ്മൾ കൊടുക്കുന്ന പ്രഷറിന് ചേഞ്ച് കാരണം നമ്മളെ ബേർഡൻ ട്യൂബ് എന്ത് ചെയ്യും, ആക്ച്വേറ്റ് ചെയ്ത് കണ്ടോ, ഈ ഒരു സ്ലൈഡർ കണ്ടോ, ആക്ച്വേറ്റ്സ് ദ ആക്ച്വേറ്റ് ചെയ്യും നമ്മുടെ സ്ലൈഡർ ഓഫ് ദി പൊട്ടൻഷ്യോമീറ്റർ ആക്ച്വേറ്റ് ചെയ്യും. ഓക്കെ, സ്ലൈഡറിന് എന്ത് ചെയ്യും, അങ്ങോട്ട് മൂവ് ചെയ്യും. ഓക്കെ, സ്ലൈഡർ മൂവ് ചെയ്യും അക്രോസ് ദി റെസിസ്റ്റൻസ് കണ്ടോ, ഈ റെസിസ്റ്റൻസിലോട്ട് സ്ലൈഡർ മൂവ് ചെയ്യും. ആൻഡ് ബിക്കോസ് ഓഫ് വിച്ച് അത് കാരണം എന്ത് ചെയ്യും, വോൾട്ടേജ് അക്രോസ് പൊട്ടൻഷ്യോമീറ്റർ ചേഞ്ച് ആവും. ഓക്കെ, മനസ്സിലായോ, സ്ലൈഡർ മൂവ്സ് അക്രോസ് ദി റെസിസ്റ്റൻസ് ആൻഡ് ബിക്കോസ് ഓഫ് വിച്ച് എന്താണ് വോൾട്ടേജ് അക്രോസ് പൊട്ടൻഷ്യോമീറ്റർ ചേഞ്ചസ് ആവും. സോ കോൺസിക്വൻ്റ്ലി വോൾട്ടേജ് ചേഞ്ച് ആകുമ്പോൾ അറ്റ് ദ ട്രാൻസ്മിറ്റിംഗ് ടെർമിനലിൽ വോൾട്ടേജ് ചേഞ്ച് ആകുമ്പം അറ്റ് ദ ട്രാൻസ്മിറ്റിംഗ് എൻഡിൽ വോൾട്ടേജ് ചേഞ്ച് ആയി. ആൻഡ് ഈ വോൾട്ടേജ് എന്ത് ചെയ്യാണ്, നമ്മുടെ ആര് വഴി ക്യാരി ചെയ്യാണ്, ടെലമെട്രിക് ചാനൽ വഴി അല്ലേ. ഈ വോൾട്ടേജ് ഈസ് ക്യാരിഡ് ബൈ ടെലമെട്രിക് ചാനൽ ടു ദ എങ്ങോട്ട് കൊടുത്തു, ടു ദ റിസീവിംഗ് ടെർമിനലിലോട്ട് കൊടുത്തു. ഓക്കെ, അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, വേറെ മെഷർ ചെയ്യാണ് അല്ലേ. ഇറ്റ് ഇസ് മെഷേർഡ് ആര് യൂസ് ചെയ്ത് വിത്ത് ഹെൽപ്പ് ഓഫ് ഒരു നൾ ബാലൻസ്ഡ് DC പൊട്ടൻഷ്യോമീറ്റർ ഉണ്ട്. ഓക്കെ, അത് കാലിബ്രേറ്റഡ് ഇൻ ടേംസ് ഓഫ് പ്രഷർ അല്ലെങ്കിൽ നമുക്ക് എന്താണ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ നമുക്ക് ഒരു വോൾട്ടേജ് സിഗ്നൽ ഇൻ ടേംസ് ഓഫ് പ്രഷറിൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇവിടെ നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ഒരു പ്രഷറാണ് അല്ലേ. ഈ പ്രഷറെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺവേർട്ടർ ഇൻ ദ ഫോം ഓഫ് വോൾട്ടേജ് ആയിട്ട് ഇവിടെ വെച്ച് അത് എന്ത് ചെയ്യണം, ഒരു വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. ആൻഡ് ദാറ്റ് വോൾട്ടേജ് സിഗ്നലാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഫ്രം ട്രാൻസ്മിറ്റർ ടു റിസീവർ ത്രൂ ടെലിമെട്രിക് ചാനൽ. ഓക്കെ, അപ്പോൾ റിസീവർ എന്ത് ചെയ്യും, ദ ചേഞ്ച് ഇൻ വോൾട്ടേജ്, സോ ദാറ്റ് റിസീവറിൽ ദ ചേഞ്ച് ഇൻ വോൾട്ടേജ് ഡ്യൂ ടു അപ്ലൈഡ് പ്രഷർ കാരണം ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ വോൾട്ടേജ് നമുക്ക് റിസീവറിൽ എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ. സോ ഇൻഡയറക്ട്ലി ദർ ഇസ് ദ ക്വാണ്ടിറ്റി ടു ബി മെഷർഡ് എന്ന് പറയുന്നത് ഈസ് പ്രഷറാണ് ഫ്രം ട്രാൻസ്മിറ്റിംഗ് ടെർമിനൽ ടു റിസീവിംഗ് ടെർമിനലാണ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്കിംഗ് വരുന്നത്. ഒന്നുകൂടെ പറയാം, നമുക്കിവിടെ ചെയ്യാനുള്ള നമ്മൾ ഇൻപുട്ട് ഒരു പ്രഷർ കൊടുക്കുകയാണ്, അതെന്താണ് കൺവേർട്ട് ചെയ്യാണ് ഇൻ ദ ഫോം ഓഫ് വോൾട്ടേജ്. ഇവിടെ നമ്മുടെ ഈ റെസിസ്റ്റൻസിൽ ഒരു ചേഞ്ച് ഓഫ് അപ്ലൈഡ് പ്രഷർ ഇൻ ദ സിസ്റ്റം, ദ ബർഡൻ ട്യൂബ് എന്ത് ചെയ്യും, ആക്ച്വേറ്റ്സ് ദ സ്ലൈഡർ ഓഫ് ദി പൊട്ടൻഷ്യോമീറ്റർ, സ്ലൈഡർ മൂവ്സ് അക്രോസ് ദി റെസിസ്റ്റൻസ് ആൻഡ് ബിക്കോസ് ഓഫ് വിച്ച് എന്താണ് വോൾട്ടേജ് അക്രോസ് പൊട്ടൻഷ്യോമീറ്റർ ചേഞ്ച് ആവും. സോ കോൺസിക്വൻ്റ്ലി വോൾട്ടേജ് ചേഞ്ചസ് അറ്റ് ദ ട്രാൻസ്മിറ്റിംഗ് എൻഡ് ആൻഡ് ഈ വോൾട്ടേജ് എന്ത് ചെയ്യും, ഈസ് ക്യാരിഡ് ബൈ ദ ടെലമെട്രിക് ചാനൽ ടു ദ റിസീവിംഗ് ടെർമിനലിലോട്ട് കൊടുക്കും. വേർ ഇറ്റ് ഈസ് മെഷർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് നൾ ബാലൻസ്ഡ് DC പൊട്ടൻഷ്യോമീറ്റർ അത് കാലിബ്രേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻപുട്ട് പ്രഷർ എന്ത് ചെയ്യുകയാണ്, കൺവേർട്ട് ചെയ്യുകയാണ് ഇൻ ദ ഫോം ഓഫ് വോൾട്ടേജ് ആയിട്ട്. ഓക്കെ, ആ വോൾട്ടേജ് സിഗ്നലാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഫ്രം ട്രാൻസ്മിറ്റർ ടു റിസീവറിൽ എന്ത് ചെയ്യുക, ചേഞ്ച് ഇൻ വോൾട്ടേജ് ഡ്യൂ ടു അപ്ലൈഡ് പ്രഷർ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ. അപ്പോൾ ഇവിടെ ക്വാണ്ടിറ്റി ടു ബി മെഷർ എന്ന് പറയുന്നത് പ്രഷറാണ് ഫ്രം ട്രാൻസ്മിറ്റിംഗ് ടു റിസീവിംഗ് ടെർമിനലാണ്. ഓക്കെ, പക്ഷേ ഇതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കാം, നമുക്ക് വർക്കിംഗ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ദ സ്ലൈഡിംഗ് കോണ്ടാക്ട് ഈസ് പൊസിഷൻഡ് ബൈ എ പ്രഷർ സെൻസിറ്റീവ് ബർഡൻ ട്യൂബ്. ടെലമെട്രിക് ചാനൽ കൺസിസ്റ്റ് ഓഫ് എ പെയർ ഓഫ് വയേഴ്സ് കണക്റ്റഡ് ടു എ വോൾട്ടേജ് മെഷറിംഗ് ഡിവൈസ് സച്ച് എസ് വോൾട്ട്മീറ്റർ അല്ലെങ്കിൽ എ നൾ ബാലൻസ്ഡ് DC പൊട്ടൻഷ്യോമീറ്റർ ഇൻഡിക്കേറ്റർ. പ്രഷർ ചേഞ്ച് ചെയ്യുന്ന എന്ത് ചെയ്യും, ദ ബർഡൻ ട്യൂബ് ആക്ച്വേറ്റ്സ് ദ സ്ലൈഡിംഗ് കോണ്ടാക്ട് ദെയർ ബൈ ചേഞ്ചിങ് ദ വോൾട്ടേജ് അറ്റ് ദ റിസീവിംഗ് എൻഡ്. The DC null balance potentiometer and the voltage measuring and positions the pointer on the scale calibrated in terms of pressure being measured. Null balance DC potentiometer use ചെയ്യുന്ന വഴി it will reduces the current carried by the channel. Okay. വോൾട്ടേജ് ടെലിമെട്രി സിസ്റ്റം ആർ റിലേറ്റഡ് ടു ഡിസ്റ്റൻസ് ഓഫ് എബൌട്ട് ഏകദേശം ഒരു ഷോർട്ട് ഡിസ്റ്റൻസിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാറുള്ളൂ, 300 മീറ്റർ ഒക്കെയാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജും നോക്കാം. ഈ ടെലിമെട്രി സിസ്റ്റം എന്ന് വെച്ചാൽ സാറ്റിസ്ഫാക്ടറി ഫോർ ആഡിങ് സെവറൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻ സീരീസ് വിത്ത് എ കണ്ടീഷൻ ദാറ്റ് ദ മെഷർമെൻറ്റ് ഈസ് ലീനിയർ. നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജിനൊക്കെ സീരീസ് ആയിട്ടൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. നല്ല എഫക്റ്റീവാണ്. ഷോർട്ട് ഡിസ്റ്റൻസ് മെഷർമെൻറ്റിൽ നല്ലൊരു എഫക്റ്റീവാണ് ഈ വോൾട്ടേജ് ടെലിമെട്രി എന്ന് പറയുന്നത്. ഷോർട്ട് ഡിസ്റ്റൻസ് മെഷേർഡ് നമുക്ക് വോൾട്ടേജ് ഈസിലി ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. സർക്യൂട്ടൊക്കെ വളരെ സിമ്പിളാണ്. ഓക്കെ, മനസ്സിലായാലോ. ഇതൊക്കെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. പക്ഷേ ഇതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഇറ്റ് റിക്വേഴ്സ് നല്ല ഹൈ ക്വാളിറ്റി ഉള്ള സർക്യൂട്ട്സ് വേണം. ഇതിന് അതുപോലെ തന്നെ സിസ്റ്റത്തിൽ ചിലപ്പോൾ ലീനിയർ ലീക്കേജ് റിയാക്റ്റൻസ് ഒക്കെ അഫക്റ്റ് ചെയ്യും. പിന്നെ ഇതിൻ്റെ സിഗ്നൽ ടു നോയിസ് റേഷ്യോ ഏകദേശം കമ്പാരിറ്റീവ്ലി ഹൈ ആണ്. ഓക്കെ,
പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞത് ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് അല്ലേ, ഈ വോൾട്ടേജ് ടെലിമെട്രി സിസ്റ്റം ഈസ് ലിമിറ്റഡ് ഫോർ ട്രാൻസ്മിഷൻ ഓഫ് ഡേറ്റ ഓൺലി അപ് ടു 300 മീറ്റർ. ഓക്കെ, അതായത് ഇത് മെയിൻലി സ്യൂട്ടബിൾ ഷോർട്ട് ഡിസ്റ്റൻസ് ഡേറ്റ ട്രാൻസ്മിഷൻ മാത്രമേ ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ളൂ. കുറച്ച് എക്സ്പെൻസീവും ആണ്. മെയിൻലി ഇതിന് എക്സ്പെൻസീവ് വരുന്നത് നമ്മുടെ റിസീവർ പാർട്ട്, നമ്മുടെ പൊട്ടൻഷ്യൽ മീറ്ററൊക്കെ വരുന്ന ആ സൈഡ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജസും. ഓക്കെ, അപ്പോൾ നമ്മുടെ വോൾട്ടേജ് ടെലിമെട്രി സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. എന്താണ് വോൾട്ടേജ് ടെലിമെട്രി സിസ്റ്റം, അതിൻ്റെ കൺസ്ട്രക്ഷൻ പറഞ്ഞു, വർക്കിംഗ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അടുത്ത ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കറണ്ട് ടെലിമെട്രി സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സിന് ജോയിൻ ആവാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്യാം. ഓക്കെ, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യൂ. ഓക്കെ, താങ്ക് യു.